പൃഥ്വിരാജിനെ രായപ്പൻ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ. അവർക്കുള്ളൊരു മറുപടി ഉണ്ട്, അത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ആടുജീവിതം സിനിമ കണ്ടിറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ആടുജീവിതം 2008 നോവൽ ഇറങ്ങിയിട്ട് കേരളത്തിലുള്ള ഒട്ടുമിക്ക മലയാളികളും വായിച്ചിട്ടുള്ളൊരു നോവലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ സിനിമയാക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഞങ്ങളും അതേ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടാണ് സിനിമ കാണാൻ പോയത്. ഈ ആടുജീവിതം നോവൽ വായിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷ്വൽ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് വായിക്കുന്നത്. ഒറ്റ ഇരിപ്പിന് തന്നെ ഞാൻ വായിച്ചു തീർത്ത ഒരു നോവലാണ് ആടുജീവിതം. നീ ഒറ്റ ഇരിപ്പിന് നമ്മൾ വായിച്ചു തീർക്കും. അതുപോലുള്ളൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു നോവലാണ് ആടുജീവിതം. അതിനെ സിനിമയാക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അത് സിനിമയുടെ ഔട്ട്പുട്ട് വരുന്നത് എന്ന് കാണാൻ ഉള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്നിട്ട് പോയി കണ്ടിട്ട് എന്താ തോന്നിയത്? പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഒരു അതിശയം എന്തെങ്കിലും പറയാം അതിന്. അത്രയ്ക്ക് വലിയൊരു എക്സ്പീരിയൻസ്. ഇത് ഒരാള് അനുഭവിച്ചു. ഇതിന്റെ ചെറിയൊരു ഫോം ആയിരിക്കുമല്ലോ പൃഥ്വിരാജ് ആക്കി, പക്ഷെ ഒരാൾ അനുഭവിച്ചെന്ന് പറയുമ്പോൾ എക്സ്ട്രീം ആയി പോകും. അതിന്റെ ടാഗ് ലൈനും അങ്ങനെ തന്നെയല്ലേ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്നാണ് ആ സിനിമയുടെ ടാഗ് ലൈൻ, ആ നോവലിന്റെ ടാഗ് ലൈനും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ സമ്മതിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഇതുവരെയൊക്കെയുള്ള മലയാള സിനിമകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, 6 മാസമോ 2 വർഷമൊക്കെ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താടി നീട്ടി വെച്ച്, അല്ലെങ്കിൽ വേറൊരു വിഗ് വെച്ച്, അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കണമെങ്കിൽ വിഗും താടിയൊക്കെ ഒന്ന് മാറ്റം വരുത്തി വരുന്നു. ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതും മലയാളത്തിൽ, ഈ സിനിമ മലയാളത്തിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം കേട്ടോ. ഒരു മലയാളി നടനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് അധികം ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സിനിമ നമ്മളൊരു ഫീലിൽ കൊണ്ടുപോയ, നമ്മളൊരു സ്ലോ പേസിലാണ് സിനിമയുടെ തുടക്കം. ആ നോവൽ പോകുന്നത് പോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സിനിമയിലേക്ക് അങ്ങ് എൻഗേജിങ് ആവുകയാണ്. ഇതിൻ്റെ കഥ പറയാനൊന്നുമില്ല, കഥ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അത് അഭിനയിച്ച് തകർത്തിരിക്കുന്നത്. ആ ബോഡി ഇത്രയും നാള് വന്ന് വെയിറ്റ് കുറച്ച് ഇത്ര എഫർട്ട് എടുത്ത് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, കേട്ടതേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അമ്മാതിരി അഭിനയോ പൃഥ്വിരാജിന്റെ ഇതുവരെയുള്ള കരിയറിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ്, ഏറ്റവും ടോപ്പ് അഭിനയമുള്ള ഏറ്റവും ടോപ്പ് സിനിമ എന്ന് പറയാം. ഇതിലും വലുത് ഇനി സംഭവിക്കാം. കാര്യം അഭിനയിക്കുന്ന പൃഥ്വിരാജാണ്. ഞാനൊരു പൃഥ്വിരാജ് ഫാൻ ആണ്. നീയോ? പൃഥ്വിരാജ് ഫാൻ അല്ല, എന്നാലും ഇതങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല സൂപ്പറായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ഇത്രയും മാത്രം ഒരാള് ഇതിനു വേണ്ടി നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇത് തന്നെ. അതുപോലെ ബോഡി, ഏറ്റവും വലുത് ആ ബോഡി തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും, അത്രയ്ക്ക് ഇത്. പിന്നെ ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം. ഇപ്പോൾ ബാഹുബലി ആയിരുന്നാലും അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു അന്യൻ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് ആ ഒരു ആക്ടറിൻ്റെ മാക്സിമം ഇട്ടൊരു കൊമേഴ്ഷ്യൽ ലെവലിലായിരിക്കും ആ സിനിമ ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന പാൻ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ ആ ആക്ടേഴ്സിൻ്റെ സിനിമകൾ വരുമ്പോൾ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും. ഇപ്പോൾ പ്രഭാസ് ആണെങ്കിൽ ഏത് സിനിമയിൽ അഭിനയിച്ചാലും നമുക്ക് ബാഹുബലിയുടെ ഒരു ഇത് തോന്നും, ബാഹുബലി ആയിട്ട് വന്നില്ല അല്ലെങ്കിൽ അത്രയും വന്നില്ല എന്നൊരു തോന്നൽ വരും. പക്ഷേ പൃഥ്വിരാജ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഏതൊക്കെ റോള് ചെയ്ത് കഴിഞ്ഞാലും പൃഥ്വിരാജിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. കാര്യം അങ്ങനെയുള്ളൊരു മാസ് പെർഫോമൻസ് അല്ല ഈ സിനിമ. ഇത് നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമ. കഥ അറിയാമെങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്കതിൻ്റെ വരാൻ പോകുന്ന രംഗങ്ങൾ അടുത്തത് എന്താണെന്നൊക്കെയുള്ള നമുക്കറിയാം. എന്നാൽ പോലും ഉണ്ടല്ലോ, വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു. ചില സമയത്ത് നമ്മളങ്ങ് മൈൻഡ് ഔട്ട് ആയിപ്പോവും. അതുമല്ല, അതിനകത്ത് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഈ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും സിനിമയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ഭംഗിയായിട്ട് ആ ഒരു പാട്ടുണ്ടല്ലോ, അമലപ്പുറമായിട്ടുള്ള ആ ഒരു പാട്ട്, ആ പാട്ട് തുടങ്ങുന്ന ആ സമയത്ത് മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടെ വന്ന് നാട്ടിലേക്ക് വന്നിട്ടല്ലേ തിരിച്ച് ആ പാട്ട് തീരുമ്പോൾ അതേപോലെ വെള്ളത്തിൽ നിന്ന് പോയിട്ട് മണലിലേക്ക് അങ്ങ് മാറുന്ന, അതൊക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. എല്ലാം ലെവലും ഉണ്ട്. ഈ 16 വർഷം കാത്തിരുന്നു എന്ന് പറയുന്നില്ലേ, 16 വർഷം കാത്തിരുന്നാൽ എന്ത് മലയാളത്തിൽ സംഭവിച്ചിരിക്കുന്നതൊരു അത്ഭുതം തന്നെയാണ്. ഇനി പൃഥ്വിരാജിനെ രായപ്പൻ എന്ന് വിളിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, രായപ്പനല്ല, രാജാവിൻ്റെ അപ്പൻ എന്ന് വിളിക്കണം. ആ ലെവൽ പെർഫോമൻസ് ആണ് മക്കളെ, ആ ലെവൽ പെർഫോമൻസ്. നമുക്ക് അഭിമാനിക്കാം പൃഥ്വിരാജ് മലയാളിയാണെന്നും ബ്ലസ്സി സംവിധാനം ചെയ്ത ഈ സിനിമ മലയാളത്തിലാണെന്നുള്ളതുകൊണ്ട്. അല്ലെ, മലയാളത്തിലല്ല, എല്ലാ ലാംഗ്വേജിലും ഇത് പോകുന്നുണ്ട്. ഏത് ലാംഗ്വേജിലേക്ക് ഈ സിനിമ കാണാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഡയലോഗിന് വലിയ പ്രാധാന്യമില്ല, അത്രയും ഭയങ്കര ഡയലോഗുകളില്ല. ഇമോഷൻസും
ആ ആക്ടിങ് ഒക്കെയാണ് അതിലെ ഇമ്പോർട്ടന്റ്. കാണുമ്പോൾ തന്നെ നമുക്കത് ഒന്നും പറയണ്ട, അത്രയ്ക്ക് വലിയ ഇതാണ്. ആ പയ്യനും കൊള്ളായിരുന്നു, ആ പൃഥ്വിരാജിന്റെ കൂടെ പോകുന്ന അഭിനയിച്ച ഹക്കീമായിട്ട് അഭിനയിക്കുന്ന പയ്യനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറച്ചു പേരേ ഉള്ളൂ, അധികം ആൾക്കാരില്ല. ഒരുപാട് ഇതൊക്കെ ചെയ്ത അല്ലെ, ഒരു 2-3 അറബികളായിട്ടുള്ളവരും പിന്നെ ഒരു 2 മൊത്തത്തിൽ ഒരു സിനിമ കൊണ്ടുപോകുന്ന ഒരു 5 പേരാണ് മൊത്തം ഉള്ളതല്ലേ. ഇത്രയും നേരം മരുഭൂമിയിലൊക്കെ അതിന്റെ എല്ലാം ഫീല് ചെയ്യും. സ്വർണ്ണ പാമ്പ് ഓടി വരുന്നതൊക്കെ നമ്മൾ നോവലിൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഇരിക്കരുത്, അത് കാണണം, കണ്ടു തന്നെ അറിയണം. ഒന്നും പറയാനില്ല, സൂപ്പർ സിനിമ അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണൂ. നമ്മളൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിവ്യൂവിനെയും പേടിക്കാതെ ഏത് സിനിമാക്കാരനും മുന്നിലോട്ട് വന്നിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്, റിവ്യൂവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ വരുന്ന ആൾ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അത് നാച്ചുറൽ. അതെ, അവർ പൈസ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് എത്ര 250 500 രൂപയായി. പിന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കൊള്ളത്തില്ല എന്ന് പറയും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ റിവ്യൂവിന് കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് സിനിമ ഫ്ലോപ്പ് ആവുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ റിവ്യൂ ചെയ്തതിന് മുമ്പ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ പ്രൊമോഷൻ ഉണ്ടല്ലോ, പല ചാനലിൽ വന്നും പല നടന്മാരും നടിമാരും ആ സിനിമാ പ്രവർത്തകരെയൊക്കെ വന്ന് പ്രൊമോഷനിൽ തള്ളുന്നതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തള്ളും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോകൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനാവട്ടെ, മമ്മൂക്കയാവട്ടെ, പൃഥ്വിരാജാവട്ടെ, അവർ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രതീക്ഷ കൂടിയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അതിനിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളല്ല, ഇത് ഞാൻ കാത്തിരുന്ന ആടുജീവിതം ഫസ്റ്റ് ഷോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച് പോയതാണ്. അതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണൂ. സിനിമയുടെ കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്താണെന്ന് പറയുന്നില്ല. ഇത് എൻ്റെ ഓൾ ഓവർ എല്ലാം സിനിമയിൽ പൊളിച്ചിട്ടുണ്ട്. ബുക്ക് വായിച്ച എല്ലാവർക്കും അതൊരു ഫീല് തന്നെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നേ. ഒരു ആരവോ ആർപ്പുവിളിയോ അല്ലെങ്കിൽ കമന്റ് അടിയോ ഒന്നുമില്ല, നിശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ആ സ്ക്രീനിലുള്ള ഈ സംഭവം നടക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ക്ലാപ്പ് അടിക്കുന്ന അവസാനം ക്ലാപ്പ് കൊടുക്കും. പിന്നെ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഇതിനകത്തൊരു സീക്വൻസിൽ പൃഥ്വിരാജ് ഒരു ഗുഹയ്ക്കകത്ത് കൂടെ പോകുന്നുണ്ട്. ഒരുത്തൻ അതിനകത്തിരുന്ന് തിയേറ്ററിനകത്തുനിന്ന് സുഭാഷേ എന്നുള്ളൊരു വിളി വന്നായിരുന്നു. അതൊക്കെ വളരെ മോശമാണ്. കാര്യം നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് കമൻറ്റ് ചെയ്യുന്നതിലേ കാര്യമുള്ളൂ. അതൊരു തമാശയായിട്ട് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു നടനുണ്ടല്ലോ, അത്ര എഫർട്ട് ഇട്ട് അഭിനയിച്ച് അത് കാണിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ലയിച്ചു പോകും അല്ലേ. എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ, എവിടേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. ബാക്കിയുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇതിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ എല്ലാവരും അവിടെ ആരുമില്ല, ബ്ലാങ്ക് ആയിരുന്നു, നമ്മൾ തന്നെ ബ്ലാങ്ക് ആയിരുന്നു. അത്രയ്ക്ക് വലിയ ഫീലിംഗ് ആയിരുന്നു. 16 വർഷം കാത്തിരുന്ന് പൃഥ്വിരാജ് ഇത്രയും എഫർട്ട് എടുത്ത് ചെയ്ത സിനിമ നിങ്ങൾ പോയി തിയേറ്ററിൽ കാണും. അപ്പോൾ ഇത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും നമ്മൾ വിട്ടുപോയോ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇത്ര ഓർമ്മ കിട്ടുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോളൂ. തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണും. ഇതൊരു മനുഷ്യ അനുഭവിച്ച ജീവിതമാണെന്ന് നമ്മൾ നോക്കുമ്പോഴേ ഭയങ്കരം. ഇതിന്റെ ഇരട്ടി ആയിരിക്കുമല്ലോ ആളെ അനുഭവിച്ചത്. രജീവ് എന്ന് പറയുന്ന പേഴ്സൺ അനുഭവിച്ചതിന്റെ ഇരട്ടി ആയിരിക്കും. ഇതിന്റെ ചെറിയൊരു വിഷ്വലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഭയങ്കരമായി മലയാളത്തിലെ ഒരു എന്താണ് ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം കൊള്ളാം, എല്ലാ അടിപൊളി സിനിമകളാണ്. അതിന്റെ കൂടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു മുതൽക്കൂട്ടായ ഒരു സിനിമ. അവാർഡുകളൊക്കെ കിട്ടണം, കൊടുക്കണം, കാണണം. ഈ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ മലയാളത്തിൽ ഫസ്റ്റ് ആണ്, അതും ഈ ലെവലിൽ. അത് കാണാൻ വേണ്ടി ഉണ്ട് കേട്ടോ. പൃഥ്വിരാജ് പറഞ്ഞത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയതങ്ങോട്ട് കാണുക. ഓക്കെ, അപ്പോൾ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ചെയ്തേക്കണേ അല്ലേ, ഒന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമ്മുടെ ട്രാവൽ വീഡിയോ ആണ്, നമ്മുടെ റിവ്യൂ അല്ല, അതിലൂടെ കാണാം. ഓക്കെ, ബൈ.